ഹായ് ഫ്രണ്ട്സ്, കാൽവിൻ പെർഫ്യൂംസിന്റെ 9ാമത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു ഇറ്റാലിയൻ പെർഫ്യൂമാണ്. ഒരു നീഷ് പെർഫ്യൂം. എന്താ പറയുക, ഞാനതിനെ ഒരു മാസ്റ്റർ ക്ലാസ് പെർഫ്യൂം എന്നാണ് എൻ്റെ മനസ്സിൽ എനിക്ക് തോന്നിയേക്കുന്നത്. അതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്താ പറയുക, അതിൻ്റെ നോട്ട്സുകളുടെ ഒരു കോംപ്ലിസിറ്റിയാണത്. നമ്മുടെ സ്വന്തം മൈസൂർ സാൻഡൽ കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്ന പെർഫ്യൂമാണ്. അതിൻ്റെ പേരാണ് സെർജോഫിൻ്റെ റിച്ച് വുഡി പെർഫ്യൂമാണ്. നമ്മുടെ വുഡ് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മുടെ എല്ലാവരുടെ മനസ്സിലേക്ക് ഓടി വരുന്നത് ഊതിൻ്റെ പെർഫ്യൂം അല്ല കേട്ടോ ഇത്. ഈ വുഡ് എന്ന് ഉദ്ദേശിക്കുന്നത് മൈസൂർ സാൻഡലിൻ്റെ വുഡാണ് ഉദ്ദേശിക്കുന്നത്. മൈസൂർ സാൻഡലിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു പെർഫ്യൂമാണ് ഇത്. ലാസ്റ്റിംഗ് ആഗ്രഹിക്കുന്നവർക്കുള്ളൊരു ആൻസറും കൂടിയാണ്. നല്ല ലാസ്റ്റിങ് കിട്ടുന്നുണ്ട്. ഇത് ആദ്യമേ തന്നെ നമ്മൾ ഇത് സ്പ്രേ അടിക്കുമ്പോൾ തന്നെ ആദ്യമേ നമുക്ക് കിട്ടുന്ന ഒരു സിട്രസ് നോട്ടും ഫ്രൂട്ടി നോട്ട്സും കൂടിയാണ്. ഒരു 2 മിനിറ്റ്സ് പോലും ആ സിട്രസ് നോട്ട്സും ഫ്രൂട്ടി നോട്ട്സും നിൽക്കില്ല, ഫെയ്ഡ് ഔട്ടായി പോകും. ആക്ച്വലി ആ സിട്രസ് നോട്ട് ഫ്രൂട്ടി നോട്ട്സ് തരുന്നത് ഗ്രേപ്പ് കൊണ്ടും നമ്മുടെ ബ്ലാക്ക് കറണ്ട് എന്നുള്ള ആ പഴം ഉണ്ടല്ലോ, ചെറി പോലെ കേക്കിലൊക്കെ ഉപയോഗിക്കുന്നത്, അതിൻ്റെ മണവും കൊണ്ടാണ് ഈ ഫ്രൂട്ടി നോട്ട്സ് തരുന്നത്. ആ 2 മിനിറ്റ്സ് കഴിഞ്ഞാൽ അത് ഇമ്മീഡിയറ്റ്ലി അത് ചേഞ്ച് ആയിട്ട് പച്ചോലിയിലേക്ക് എത്തും. പച്ചോലിയും അതിൻ്റെ കൂടെ വാനില റോസും. പച്ചോളിയുടെ ഒരു ഡാർക്ക്നെസ്സും വാനിലയുടെയും റോസിന്റെയും ഒരു സ്വീറ്റ്നെസ്സും കൂടി ചേർന്നിട്ടുള്ള ഒരു സ്മെല്ലിലേക്കാണ് പിന്നെ അത് മാറുന്നത്. അതും ഒരു 10 മിനിറ്റ്സ് നമുക്ക് ആ ഒരു സ്മെല്ല് കിട്ടും. ഇത് കഴിഞ്ഞാൽ തിക്കായിട്ടുള്ള സാൻഡൽവുഡാണ്. സാൻഡൽവുഡിന്റെ ഒരു എന്താ പറയുക, ഒരു മാസ്മരിക സ്മെല്ല്. സാൻഡൽവുഡ് ഒറ്റയ്ക്കല്ല, അതിന്റെ കൂടെ ആ വാനിലയുടെ സ്വീറ്റ്നെസ്സും ഉണ്ടാവും, ബ്ലാക്ക് കറണ്ടിന്റെ സ്വീറ്റ്നെസ്സും ഉണ്ടാവും, റോസിന്റെ സ്വീറ്റ്നെസ്സും ഉണ്ടാവും. അതും അതിന്റെ കൂടെ തന്നെ ഇങ്ങനെ ഒരു ബാക്ക്ഗ്രൗണ്ട് പോലെ ഉണ്ടാവും. അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വുഡിന്റെ ഒരു തിക്നെസ്സും ഇല്ല, ഒരു സ്വീറ്റ്നെസ്സും ഉണ്ട്. അങ്ങനത്തെ ഒരു ഡിഫറൻറ്റ് പെർഫ്യൂം. ഞാനതിനെ ഒരു മാസ്റ്റർ ക്ലാസ് പെർഫ്യൂം തന്നെ പറയുള്ളൂ. കാരണം കോസ്റ്റ്ലിയാണ് കേട്ടോ. നീഷ് പെർഫ്യൂമാണ്, ഭയങ്കര കോസ്റ്റ്ലിയാണ്. എൻ്റെ അറിവ് ശരിയാണെങ്കിൽ അതിനൊരു 20,000 റുപ്പീസിനൊക്കെ മേലെ വില വരുന്ന പെർഫ്യൂമാണ്. അതിൻ്റെ ഇൻസ്പയർഡ് വേർഷനും ഞങ്ങളിവിടെ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് വാങ്ങിക്കാം. ഡീറ്റെയിൽസ് എല്ലാം ഡിസ്ക്രിപ്ഷനിൽ ഉണ്ട്, എന്നെ കോണ്ടാക്ട് ചെയ്യാം. വാട്സപ്പിൽ അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ അയച്ചിരുന്നതിനും കുഴപ്പമൊന്നുമില്ല. താങ്ക് യു. ഇനി അടുത്ത വീഡിയോ വരുന്നവരേക്കും എല്ലാവർക്കും